കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സത്യം മാത്രം പറയുന്ന ഒരാളെ കേരള രാഷ്ട്രീയത്തിലുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശശി തരൂരാണ്. സത്യം വിളിച്ച് പറയും. മോദി ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ മോദി നല്ലതാണെന്ന് പറയും. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പാർട്ടിയിൽ നല്ലപോലെ പ്രതിഷേധവും അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും പാർട്ടി പറയുന്നത് ഒരു കാരണവശാലും ശശി തരൂരിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കരുത്. പുറത്താക്കിയാൽ അദ്ദേഹത്തെ BJP എടുത്തോണ്ട് പോകും. അതുകൊണ്ട് നമ്മളായിട്ട് അതിനൊരു അവസരം കൊടുക്കരുത്. ശശി തരൂർ കഴിഞ്ഞ ദിവസവും മോദിയെ പ്രശംസിച്ചുകൊണ്ട് വരും. ഇപ്പൊ ഒരു വാർത്ത കേൾക്കുന്നു, കുറെ നാളുകൊണ്ട് ഇത് കാറ്റത്ത് ഇങ്ങനെ പാറപ്പടന്ന് നടക്കുന്നുണ്ടെങ്കിലും കേൾക്കുന്നത് ശശി തരൂർ പാർട്ടി വിടുന്നു, BJPയിലേക്ക് പോകുന്നു എന്നുള്ളത്. അത് ശരിയാണോ എന്നറിയാം, കാരണം കുറെ നാളുകൊണ്ട് കേൾക്കുന്നുണ്ട്. പറഞ്ഞു ഇത് പഴകിയ കേസുമാണ്. പക്ഷെ ഇപ്പൊ പുതിയതായിട്ട് ഒരു വാർത്ത വരുന്നുണ്ട്. എന്താണ് സാർ, പോകാനുള്ള സാധ്യത ഉണ്ടോ? ശശി തരൂർ രാജിവെച്ചു എന്ന് പറഞ്ഞാണ് ഇപ്പൊ ഏറ്റവും പുതിയ വാർത്ത വന്നിരിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. ഇല്ലത്തൊന്ന് പുറപ്പെട്ടു, അമ്മാത്തോട്ട് എത്തിയതുമില്ല, BJP സ്വീകരിച്ചതായിട്ട് പറയുന്നുമില്ല. അപ്പൊ അങ്ങനൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ ശശി തരൂർ എന്ന് പറയുന്നത്. ഒരു കരിസ്മാറ്റിക് ലീഡറാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പറ്റിയുള്ള വാർത്തയ്ക്കൊക്കെ വലിയ പ്രാധാന്യം കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ഈ പ്രാവശ്യത്തെ പല ഘട്ടങ്ങളായിട്ട് നടക്കുന്നുണ്ട്. പല അവസരങ്ങളിലും അദ്ദേഹം പോവും എന്നൊക്കെ പറയുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിന് കാരണമായിട്ടുള്ളത് രാംനാഥ് ഗോയങ്കയാണ്. രാംനാഥ് ഗോയങ്ക ഫൗണ്ടേഷൻ്റെ ഒരു യോഗത്തിൽ രാംനാഥ് ഗോയങ്ക അനുസ്മരണം എല്ലാ വർഷവും നടത്താറുള്ള ആ ഒരു ചടങ്ങിൽ രാംനാഥ് ഗോയങ്ക അറിയാമല്ലോ, പത്രത്തിൻ്റെ പുറത്ത് തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് ഗ്രൂപ്പിൻ്റെ ചെയർമാനായിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എഡിഷനുള്ള പത്രം. അതിൻ്റെ ഒന്നായിരുന്ന കാലത്തെ ഫൗണ്ടർ ചെയർമാനാണ് അദ്ദേഹം, രാംനാഥ് ഗോയങ്ക. അദ്ദേഹത്തിൻ്റെ പത്രത്തിൻ്റെ എഡിറ്റോറിയലിൻ്റെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഇന്ത്യൻ എക്സ്പ്രസ് ഈസ് നോട്ട് എ ന്യൂസ് പേപ്പർ, ഇറ്റ് ഈസ് എ മിഷൻ. അതാണ് ഒരു ദൗത്യമായിട്ട് എടുത്ത ഒന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ്. അടിയന്തരാവസ്ഥക്കെതിരെ, രാജീവ് ഗാന്ധിക്കെതിരെ ഒക്കെ ആഞ്ഞടിച്ചൊരു പത്രമാണ്. ആ വലിയ ക്യാമ്പയിനായിട്ട് തന്നെ നടത്തി. ജയപ്രകാശ് നാരായണൻ വന്ന് വിശ്രമം എടുത്തിരുന്നത് മുംബൈയിലെ എക്സ്പ്രസ് ടവേഴ്സിലാണ്. ബോഫോഴ്സ് കുംഭകോണ സമയത്ത് ഏറ്റവും അധികം അരുൺ ഷൂരിയുടെ നേതൃത്വത്തിൽ ഏറ്റവും വലിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്, ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരുന്നത് ശരിക്കും ബോഫോഴ്സിനല്ല സ്ഫോടനം സംഭവിച്ചത്. സ്ഫോടനം ഉണ്ടായത് ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ്. വലിയ വാർത്തകൾ വന്നു. അതുപോലെ ജയിൽ സിംഗും, രാഷ്ട്രപതി ജയിൽ സിംഗും രാജീവ് ഗാന്ധിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്ത വാർത്ത പുറത്ത് ആദ്യമായിട്ട് വരുന്നത് ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ്. അപ്പോൾ ജയിൽ സിംഗ് നേരെ ഈ വാർത്ത ഇന്ത്യൻ എക്സ്പ്രസ്സിൽ കൊടുക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഞാനന്ന് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഡെസ്കിലുണ്ട് ആ വാർത്ത വരുന്ന സമയത്ത്. വലിയൊരു പത്രപ്രവർത്തകർക്ക് വലിയൊരു ഹർഷപുളകം വരുന്ന ഒരു സന്ദർഭം ഇങ്ങനെയുള്ള വാർത്തകൾ. രാത്രിയിലാണ് അതെ മറ്റീ ചില പത്രങ്ങളുണ്ട് അല്പം പൊങ്ങച്ചവും കൊണ്ട് നടക്കുന്ന പത്രങ്ങൾ പോലെ അല്ല. നമ്പർ 1 ആണ് ഞങ്ങളെന്ന് പറഞ്ഞ് മനോരമ അടക്കുക. അതിനകത്ത് ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കാനേ പറ്റില്ല. ഇതങ്ങനൊന്നുമില്ല. ആയിരക്കണക്കിന് സ്റ്റാഫിനിടെ നിങ്ങൾക്ക് യാതൊരു സമ്മർദ്ദവുമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ക്രിയേറ്റീവായിട്ട് എഴുതാൻ അതിനൊന്നും ഒരു തടസ്സമില്ലാത്ത അനുഗ്രഹീതമായ പത്രമായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ് എന്നുള്ളത് ഞാൻ നന്ദിപൂർവ്വം ഓർക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ അത് രണ്ടായി. ഗോയങ്ക പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മരുമകനും അതുപോലെ തന്നെ മകൾക്കുമായിട്ട് വീതം വെച്ചു. ഒന്ന് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്, അതാണ് നമുക്ക് കിട്ടുന്നതൊക്കെ ഇവിടെ ഈ എഡിഷൻ. സതേൺ ഇന്ത്യ, നോർത്തേൺ ഇന്ത്യയിൽ അതിൻ്റെ പേര് ഇപ്പോഴും ഇന്ത്യൻ എക്സ്പ്രസ് ആണ്. നല്ല നിലവാരമുള്ളതാണ് രണ്ട് പത്രങ്ങളും. പക്ഷേ ഏറ്റവും കൂടുതൽ എക്സ്ക്ലൂസീവുകൾ വരുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് നോർത്തിലാണ് വരുന്നത്. ആയിക്കോട്ടെ, ആ പത്രത്തിനെ പറ്റി അത്രയും പറഞ്ഞു. ഇനി അടുത്ത കാര്യം, ഇപ്പോൾ ഫൗണ്ടേഷൻ്റെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് നരേന്ദ്രമോദി പറഞ്ഞു, ഇന്ത്യയുടെ കൊളോണിയൽ മനോഭാവം ഇതുവരെ മാറിയിട്ടില്ല. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ മറ്റൊരു മോട്ടോയാണ് ബി ഇന്ത്യൻ ബൈ ഇന്ത്യൻ. അത് സ്വാതന്ത്ര്യ സമര കാലം തൊട്ടേ അവർ ഉയർത്തുന്ന ഒരു മുദ്രാവാക്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദേശസ്നേഹമുള്ള പത്രം കൂടിയാണ്. അപ്പോൾ പക്ഷേ ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞ് 70 വർഷം കഴിഞ്ഞിട്ടും നമ്മൾ ആ ബ്രിട്ടീഷുകാരോടുള്ള വിധേയത്വ മനോഭാവം, സായിപ്പിനെ കാണുമ്പോൾ കവാത്ത പറക്കുന്ന മനോഭാവം മാറ്റി. നമ്മുടെ പ്രധാനമന്ത്രി ഓക്സ്ഫോർഡിൽ പഠിച്ച നമ്മുടെ മൻമോഹൻ സിംഗ്, ഡോക്ടർ മൻമോഹൻ സിംഗ്, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞരിൽ ഒരാളായിട്ട് പോലും അത് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഓക്സ്ഫോർഡിൽ ചെന്നപ്പോൾ അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങളൊരു ദാസ്യ മനോഭാവത്തോടു കൂടിയാണ്. ഇംഗ്ലീഷുകാരെല്ലാം തൻ്റെ യജമാനന്മാരാണെന്നുള്ള മട്ടിലാണ് ആ ഒരു കാര്യം അങ്ങനെ അദ്ദേഹം ചെയ്തു. വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു ആ കാലത്ത് ചെയ്തത്. അങ്ങനെയല്ല വേണ്ട, ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. ബ്രിട്ടനിലേക്ക് പോയി കഴിഞ്ഞാൽ, ബ്രിട്ടീഷ് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവനും ബ്രിട്ടനിലാണ് ജോലി, ലണ്ടനിലാണ് ജോലി എന്നൊക്കെ പറയുന്ന ഒരു മനോഭാവം ഇപ്പോൾ ഉണ്ട്. അതെന്തോ വലിയ സംഭവമാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അവിടുത്തെ ബംഗാളിയാണ് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാലുള്ളത് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല.
ഇനി അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാം, ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറി ഉണ്ടല്ലോ തിരുവനന്തപുരത്ത്. അവിടെ വെച്ച് കുറച്ച് പേര് ബ്രിട്ടീഷുകാർ വന്നു, ചർച്ച നടത്തി, ഇന്ത്യയെക്കുറിച്ചും ഒക്കെയുള്ള ഒരു സംവാദം പോലെ ഒരു നമ്മുടെ ഒരു ഇതുണ്ടല്ലോ ഹോഴ്സ് ടു ഷേപ്പിലുള്ള ഡെസ്കിൽ ഇരുന്നുകൊണ്ട് ചർച്ച. ഞാനും പങ്കെടുത്തു. സ്ത്രീകളായിരുന്നു കൂടുതൽ. ഒരു ഇന്ത്യ സന്ദർശിക്കാം. അപ്പോൾ അവർ കൂടുതലായിട്ട് പറഞ്ഞ് കയറി ഇറങ്ങി കൊളുത്തിക്കൊണ്ട് പോയി ഇന്ത്യയിലെ പട്ടിണി, ദാരിദ്ര്യം, എങ്ങനെ ചേരികളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി, നിങ്ങളുടെ തന്നെ ലണ്ടനിലെ ഈസ്റ്റ് എൻഡ് എന്നൊരു സ്ഥലമുണ്ടല്ലോ, അവിടെ ഈ സമാനമായ ദൃശ്യങ്ങൾ, ധാരാവിയിലെ പോലുള്ള ദൃശ്യങ്ങൾ ധാരാളമായിട്ട് കാണാനില്ലേ? ഉത്തരം മുട്ടിപ്പോയി. കാരണം ഈസ്റ്റ് എൻഡ് എന്ന് പറയുന്ന പട്ടിണിക്കാരൻ്റെയും ക്രിമിനലുകളുടെയും ഒക്കെ ഒരു സ്ഥലമാണ്. ബ്രിട്ടനിലെ ലണ്ടനിലെ തന്നെ ഈസ്റ്റ് എൻഡ്. വെസ്റ്റ് എൻഡ് എന്ന് പറയുന്ന അങ്ങേയറ്റം പണക്കാരുടെയും സ്ഥലമാണ്. അപ്പോൾ ഇവിടെയുള്ള കുഴപ്പങ്ങളെല്ലാം അവിടെ ഉണ്ട്. ദാരിദ്ര്യക്കാരും പിച്ചക്കാരും പോക്കറ്റടിക്കാരും എല്ലാം അവിടെയുണ്ട്. കീറ തുണികൾ വിട്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാരും ഉണ്ട്, ഷൂ കീറിയ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മുക്തമൊന്നുമല്ല ആ രാജ്യമൊക്കെയാണ് ഭരിക്കുന്നത് കാര്യം, രാജാവാണ് ഇപ്പോൾ ഭരിക്കുന്നത് കാര്യം ശരി. അപ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവരോട് അനാവശ്യമായ ദാസ്യ മനോഭാവം നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല. പ്രതിശിഷ്ട വരുമാനം കൂടുതലാണ് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെ. പക്ഷേ 2047 ആകുമ്പോഴും നമ്മൾ അങ്ങനെ ആയിത്തീരും. ഏതൊരു യൂറോപ്യൻ വികസിത രാജ്യത്തെ പോലെയും നമ്മളായിത്തീരും. അതാണ് മോദി ഇന്ത്യയെ അങ്ങോട്ടാണ് നയിച്ചുകൊണ്ട് പോകുന്നത്. പാര വെക്കാൻ കുറേ പേരുണ്ടെന്നുള്ളത് വേറെ കാര്യം. ആ പാരയൊന്നും ഏശാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ അടിമ മനോഭാവം ഇനി വേണ്ട. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നത് പോലെയും അതുപോലെ തന്നെ പണ്ടത്തെ നമ്പൂതിരിമാരെ അങ്ങനെ ബഹുമാനിക്കുന്ന പോലെയും അവിടെ ഉണ്ടല്ലോ. പണ്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ തന്നെ ഒരു ആൾ എന്നോട് ചോദിച്ചു, നമ്മുടെ സ്ത്രീകൾ, പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലെ സ്ത്രീകളൊക്കെ ഇംഗ്ലീഷുകാരെ കാണുമ്പോൾ വഴങ്ങിക്കൊടുക്കുമായിരുന്നില്ലേ എന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാർ പണ്ട് നമ്പൂതിരിമാർക്ക് വഴങ്ങിക്കൊടുത്തതുപോലെ. അപ്പം ഞാൻ പറഞ്ഞു, ഈ ആംഗ്ലോ ഇന്ത്യൻസ് എന്നുള്ള വിഭാഗം എങ്ങനെ ഉണ്ടായത്? അങ്ങനെ വഴങ്ങിക്കൊടുത്തതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ളതല്ലേ. അവർ വിശ്വസിക്കുന്ന മതഭേദ ക്രിസ്ത്യൻ മതത്തിലാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അത് പിന്നെ നമ്മൾ മാത്രമല്ല എല്ലാ മതത്തിലും പെട്ട ആൾക്കാരും അതൊക്കെ ചെയ്തിട്ടുണ്ട്. ആ മനോഭാവം മാറേണ്ട ഒന്നുമല്ല. അവരെന്തോ വലിയ VIP എന്നുള്ള മട്ടിൽ നമ്മളിങ്ങനെ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. മറ്റെല്ലാ പൗരന്മാരെയും പോലെ തന്നെ അവർ കാണിച്ചതുപോലുള്ള വിവേചനം നമ്മൾ കാണിക്കുന്നതല്ല പറയുന്നത്. നമ്മുടെ തൊലിക്ക് കറുത്ത നിറം, അതിപ്പോൾ ഉത്തരേന്ത്യയിലെ വെളുത്ത ഗോതമ്പിൻ്റെ തൊലിയുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർ കണക്കാക്കുന്നത് കറുത്ത വർഗ്ഗക്കാരായിട്ടാണ്, ബ്രൗൺ സ്കിൻഡായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ആ വിവേചനം കാണും. നമ്മൾ ആ വിവേചനം കാണിക്കേണ്ട, പക്ഷേ നമ്മളെപ്പോലെയുള്ള മനുഷ്യരായിട്ട് മാത്രം കണക്കാക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അമിതമായിട്ടുള്ള വിധേയത്വം. ഇന്ത്യക്കാരെ പറ്റി അവർ പറയുന്ന പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ബ്രൂഡിങ് ഷോൾഡേഴ്സ്. അവരുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ തോളിങ്ങനെ കുനിച്ച് ഇങ്ങനെ നിൽക്കും. അങ്ങനെ വേണ്ട, നെഞ്ചി വിരിച്ച് തോളും വിരിച്ച് നിന്നാൽ മതി എന്നുള്ളതാണ്. ശശി തരൂർ അതിനെ അനുകൂലിച്ചു. കാരണം ഒരു ഇന്ത്യക്കാരനത് സത്യസന്ധമായിട്ട് പറഞ്ഞു. ബ്രിട്ടീഷുകാരൻ്റെ അതാണല്ലേ മോദിയുടെ ഭാഷ കണ്ടില്ലേ ശരിക്കും. ഡൊണാൾഡ് ട്രംപിൻ്റെ മുമ്പിൽ പോയാലും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ മുമ്പിൽ പോയാലും നെഞ്ചി വിരിച്ച് തല ഉയർത്തി പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കണം. തമിഴനെന്ന് വിളിക്കടാ, തമിഴിനെന്ന് പറയടാ, തല ഉയർത്തി നടക്കടാ എന്ന് സുബ്രഹ്മണ്യം ഭാരതി അല്ലേ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ. അങ്ങനെ ഇന്ത്യക്കാരന് തല ഉയർത്തി നടക്കാൻ പറ്റണമെന്നുള്ള കാര്യം അദ്ദേഹം ഒന്ന് സപ്പോർട്ട് ചെയ്തു. അതോടുകൂടി മുതിർന്ന കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിത് മോദിയുടെ പ്രസംഗമൊക്കെ നിങ്ങൾ അത്രയും പുകഴ്ത്തുവാണെങ്കിൽ നിങ്ങൾ BJP-യിലോട്ട് ചേർന്നോ? ഇഷ്ടപ്പെട്ടില്ല, കുശുമ്പ്. രാഹുൽ ഗാന്ധിക്ക് ഇതുപോലെ നല്ലൊരു പ്രസംഗം നടത്താൻ കഴിയാത്തതിൻ്റെ കുശുമ്പ്. അതുപോലെ തന്നെ സുപ്രിയ എന്ന് പറയുന്നൊരു നേതാവുണ്ട്, സുപ്രിയ നേറ്റം. എന്തൊരു നാറ്റമാണോ എനിക്കറിയാൻ വയ്യ. പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം BJP-യിലേക്ക് അങ്ങ് പോകുന്നതാണ് നല്ലത് എന്നാണ് അവരും പറഞ്ഞിരിക്കുന്നത്. ഇതിനെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. മോദി എതിർത്ത മോദി പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ശശി തരൂർ അംഗീകരിച്ചത്. ഡൈനാസ്റ്റി എന്ന് പറയുന്ന കുടുംബ ഭരണം ഒരു രാജ്യത്തിന്, ജനാധിപത്യത്തിന് നശിപ്പിക്കുന്നതാണ്. ഇന്ത്യക്കും അത് ദോഷം ചെയ്യുന്നതാണ് ഒന്ന്. രണ്ടാമത്തത് ഈ കൊളോണിയൽ മനോഭാവം നമ്മൾ കളയണം. അടിമത്തം, ബ്രിട്ടീഷുകാരോടും സായിപ്പന്മാരോടുമുള്ള ദാസ്യ മനോഭാവം, കം കിസിസെ കം നഹി എന്നുള്ളൊരു മനോഭാവം വേണം. ഇത് രണ്ടും ഏതെങ്കിലും രാഷ്ട്രീയം കൊണ്ട് പറയുന്നതല്ല. ഈ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെയാണ് അംഗീകരിച്ചത്. അതുപോലെ വികസനത്തിൻ്റെ കാര്യം, വികസനത്തിൽ രാഷ്ട്രീയം പാടില്ല എന്ന് പറയുന്നു. ആ കാര്യങ്ങളെ അനുകൂലിച്ചത്. അല്ലാതെ BJP-യുടെ ഏതെങ്കിലും രാഷ്ട്രീയ നിലപാടിനെ അനുകൂലിച്ചല്ല ശശി തരൂർ സംസാരിച്ചിട്ടുള്ളത്. ഇതൊരു നെഹ്റുവിയൻ സംസ്കാരം. ആദ്യം മനസ്സിലാക്കേണ്ടത് നെഹ്റുവിയൻ സംസ്കാരമാണ്. നെഹ്റു പാർലമെൻറ്റിൽ ഏറ്റവും അധികം സമയം ചെലവഴിച്ചിട്ടുള്ളത് AK ഗോപാലൻ്റെ പ്രസംഗം കേൾക്കാനാണ്. അതുപോലെ തന്നെ AB വാജ്പേയിയുടെ പ്രസംഗവും അദ്ദേഹം സശ്രദ്ധം കേട്ടിരുന്നു എന്ന് മാത്രമല്ല, ചെറുപ്പത്തിൽ AB വാജ്പേയി നടത്തിയ ഒരു പ്രസംഗത്തിന് ശേഷം കൈയടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഹിയർ ഈസ് ദി ഫ്യൂച്ചർ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ.
ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി ഇതാ. നെഹ്റുവിൻ്റെ വാക്കുകൾ നാക്ക് പൊന്നായി അല്ലേ? അദ്ദേഹം പിന്നീട് പ്രധാനമന്ത്രിയായിട്ട് വന്നു. അപ്പം രാഷ്ട്രീയത്തിനപ്പുറം ഈ നല്ല പ്രസംഗങ്ങളെ, നല്ല പാർലമെൻ്ററി സ്റ്റഡീസിന് ശരിക്കും പഠിച്ചെങ്കിലേ അവിടെ നല്ല പ്രസംഗം നടത്താൻ കഴിയും. അതിനെയൊക്കെ എപ്പോഴും അനുകൂലിച്ചിരുന്നു. അതുപോലെ തന്നെ ആണല്ലോ നെഹ്റു തന്നെയാണല്ലോ ശങ്കേഴ്സ് വീക്കിലിയുടെ എഡിറ്റർ നമ്മുടെ മലയാളിയായ ശങ്കറിനോട് പറയും, ഡോണ്ട് സ്പെയർ മീ, എന്നെയും കാരിക്കേച്ചർ ആക്കിക്കോളൂ, എന്നെ പറ്റിയും മോശമായിട്ടുള്ള തമാശകൾ പറഞ്ഞോളൂ എന്ന് പറഞ്ഞത്. ആ പ്രതിപക്ഷ ബഹുമാനവും ഒക്കെ നഷ്ടപ്പെട്ട ഒരു ചത്തകുതിരയായി പോയി ഇപ്പോഴത്തെ കോൺഗ്രസ് എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്ന. സുപ്രിയ നേറ്റമായാലും ശരി, അത് സന്ദീപ് ദീക്ഷിത് ആണെങ്കിലും ശരി, ആ മനോഭാവം, ഇൻടോളറൻസ് ആണ് പുറത്തു വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ശശി തരൂർ ആ പാർട്ടിയിൽ നിന്ന് വിട്ട് BJP ചേരണമെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ റോയൽറ്റി കൊണ്ട് തന്നെ ജീവിക്കും. ഒരു പാർട്ടിയുടെ അടിസ്ഥാനം അദ്ദേഹം ആവശ്യമില്ല. പുസ്തകങ്ങൾ എഴുതി മര്യാദയ്ക്ക് ഒരു രാഷ്ട്രീയ നിരീക്ഷകനായിട്ട് അങ്ങ് ജീവിച്ചാൽ മതിയെന്ന് എനിക്ക് തോന്നുന്നു.